വെനസ്ഡേ മോർണിംഗ് രാവിലെ എന്ന് വെച്ചാൽ ജോലി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേറ്റത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോസിൽ മിക്ക ദിവസവും കേൾക്കുന്ന ഒരു ഡയലോഗാണ് ലേറ്റായിട്ട് എഴുന്നേറ്റു. സത്യമാണ്. കാരണം മോൾക്ക് വെക്കേഷനല്ലേ, അതിൻ്റെ കൂടെ തന്നെ വെച്ചാൽ ജോലി ഇല്ലാത്ത ദിവസം മാക്സിമം ഞാൻ നന്നായിട്ട് ഉറങ്ങി റെസ്റ്റ് എടുത്തിട്ടൊക്കെ എഴുന്നേൽക്കാറുള്ളൂ. ഈ കിട്ടുന്ന സുഖം എന്തായാലും സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ. എല്ലാ വീടുകൾ പോലെയും ഇവിടെയും ഓട്ടപ്പാച്ചിൽ തന്നെ ആയിരിക്കും. അപ്പോൾ കിട്ടുന്ന അവസരം പാഴാക്കാറില്ല. പിന്നെ രാവിലെ ഞാൻ എന്നത്തെയും പോലെ തന്നെ കുറച്ച് സ്പീഡിലാണ് ജോലികൾ ചെയ്യുന്നത്. കാരണം ഇന്ന് പുറത്ത് കുറച്ച് ജോലിയുണ്ട്, മുറ്റമൊക്കെ തൂത്തിടണം, പിന്നെ കുറേ തുണികൾ കഴുകാനുണ്ട്. അതൊക്കെ കഴുകിയതിന് ശേഷം ബാക്കി കുറച്ച് ജോലികളുണ്ട്. മുകളിൽ ടെറസിൻ്റെ മുകളിലൊക്കെ കുറച്ച് തൂത്തിടണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നറിയില്ല, കാരണം ഉച്ച കഴിഞ്ഞാൽ മഴയാണ്. അതുമാത്രമല്ല ഇന്ന് മോൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. സാധാരണ ആൾ രാവിലെ എഴുന്നേൽക്കുന്നതാണ്, പിന്നെ കരച്ചിലും ബഹളമായി അവനെ ഉറക്കണം, ഇല്ലെങ്കിൽ കൊണ്ട് നടക്കണം, അതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നതുകൊണ്ട് പറ്റുന്ന അത്രയും ജോലികൾ ചെയ്ത് വയ്ക്കാമെന്നിരിക്കുകയാണ് ഞാൻ. രാവിലെ കാപ്പിക്ക് ഉറട്ടിയാണ് ഉണ്ടാക്കുന്നത്, ഗോതമ്പ് ഉറട്ടി. അപ്പോൾ മീൻകറി ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇനി കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ മീൻകറിയും ഗോതമ്പ് ഉറട്ടിയും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ബീഫ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നും വെക്കാറില്ല മീൻകറി ഉണ്ടെങ്കിൽ. പിന്നെ ഇന്ന് ചീരത്തോരൻ ഉണ്ടാക്കണുണ്ട്. അപ്പോൾ മീൻകറി ഉണ്ടല്ലോ. പിന്നെ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു രാത്രിയിൽ. ഇന്നലെ രാത്രിയിൽ ഞാൻ നെല്ലിക്ക അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരപ്പ് കുറവായതുകൊണ്ട് നല്ല തിക്കായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മുറ്റത്തിപ്പം മാങ്ങ ഇങ്ങനെ പഴുത്ത് വീഴാൻ തുടങ്ങി, വെയിൽ ഒരു സമയമായതുകൊണ്ട് തന്നെ. കുറേ നാളൊക്കെ ശേഷമാണ് പഴങ്കഞ്ഞി കുടിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. കുറച്ച് കറികൾ കൂടുതലുള്ളതുകൊണ്ട് തന്നെ പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. കപ്പയുണ്ട്, ചമ്മന്തി, തൈര്, പിന്നെ അച്ചാർ, മീൻകറി, ഇതൊക്കെ കൂട്ടി കഴിക്കാമെന്നിരിക്കുകയാണ്. എന്താവുമെന്ന് അറിയില്ല. സാധാരണ കഴിക്കുമ്പോൾ തൊണ്ടവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്.